തന്നെ താങ്ങിപ്പിടിച്ച കൈകൾ ആരുടേതാണെന്ന് അറിയാതെ നീലിമ തലയുയർത്തി നോക്കി. ആ മുഖം കണ്ടപ്പോൾ നീലിമ ആകെ ഞെട്ടി. ഇനി ഒരക്ഷരം നീ മിണ്ടിയ ഇവിടെ ഇട്ട് നിന്നെ ഞാൻ തീർക്കും. നിങ്ങൾ ഒരു മനുഷ്യനാണോ? ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? വയടക്കടി ആളുകൾ കേൾക്കുന്നു. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഇവിടെയുള്ള എല്ലാവരും അറിയട്ടെ. നിങ്ങളല്ലേ എന്നെ മോനെ പിടിച്ചോണ്ട് പോയത്? പറ, എവിടെയാ അവൻ? എവിടെയാ അവനെന്ന് പറയാൻ. കാശിന് ഉപകാരമില്ലാത്ത നിന്നെ പോലെ ഒരുത്തി ഇവിടെ കിടന്ന് ചത്ത എന്റെ അടുത്ത് ചോദിക്കാനും പറയാനും ഒരുത്തനും വരത്തില്ല. നിന്നെ വെച്ച് ഞാൻ പ്ലാൻ ചെയ്തതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് തകർത്ത് കളഞ്ഞവളാണ് നീ. ആദിയും നീലിമയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. അനുരാഗ നിലാവുകൾ പൂക്കും വൻതാരം പൊഴിയും രാവിൽ ഇനപിരിയ പക്ഷികളാ പ്രണയം ചൂടിനരക്ക. ഇരുവരുടെയും എൻഗേജ്മെന്റിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ തന്റെ രണ്ടാനമ്മയുടെ മകൾ അഞ്ജലിയുടെ നിർബന്ധപ്രകാരം ഒരു പാർട്ടിക്ക് എത്തിയതായിരുന്നു നീലിമ. 5 വർഷം മുമ്പുള്ള ആ രാത്രിയിൽ നീലിമയുടെ ജീവിതം തന്നെ നഷ്ടമായി. സ്വന്തം സഹോദരിയോട് ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് ആ രാത്രിയിൽ അരങ്ങേറിയത്. നീലിമയുടെ ഡ്രിങ്കിൽ എന്തോ ഒരു ലഹരി വസ്തു കലർത്തി അഞ്ജലി അവൾക്ക് കൊടുക്കുകയായിരുന്നു. ഇത് കഴിക്കും. അയ്യോ വേണ്ട, നോ, സോഫ്റ്റ് ഡ്രിങ്ക്. അത് കുടിച്ച നീലിമ ഒരാലസ്യത്തിലേക്ക് വഴുതി വീണു. തന്റെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. തക്കം പാർത്തിരുന്ന അഞ്ജലി നീലിമയെ ലഹരിയിൽ മയങ്ങിക്കിടക്കുകയായിരുന്ന ഒരു അന്യ പുരുഷന്റെ മുറിയിലേക്ക് തള്ളിയിട്ടു. കാര്യങ്ങൾ അഞ്ജലിയും സത്യഭാമയും പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. ആദിയും നീലിമയും തമ്മിലുള്ള വിവാഹം മുടങ്ങി. എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി. ഒടുവിൽ നീലിമയ്ക്ക് സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വന്നു. ഓസ്ട്രേലിയയിൽ വെച്ചാണ് താൻ ഗർഭിണിയാണെന്ന സത്യം നീലിമ തിരിച്ചറിഞ്ഞത്. നീണ്ട 5 വർഷങ്ങൾ അപ്പോഴേക്കും കടന്നുപോയിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷമാണ് നീലിമ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. കൂടെ അവളുടെ മകനും ഉണ്ടായിരുന്നു, അശ്വിൻ എന്ന അച്ചു. ഏതോ ഒരു പുരുഷൻ തനിക്ക് സമ്മാനിച്ചതാണ് ആ കുഞ്ഞെന്നറിഞ്ഞിട്ടും നീലിമ അവനെ വേണ്ടെന്ന് വെച്ചില്ല. അച്ചുവിനിപ്പോൾ 4 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അവനാണ് നീലിമയ്ക്കെല്ലാം. അമ്മേ, എന്താ അച്ചു? ഞാൻ ഒന്ന് വാഷ്റൂം പോയിട്ട് വരാം. പെട്ടെന്ന് പോയിട്ട് വാ, കാറിപ്പോ വരാം. ഓക്കേ. അഞ്ജലിയുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനാണ് നീലിമ ഇപ്പോൾ നാട്ടിലെത്തിയത്. വരണേ നിനക്കറിയാം, നമ്മുടെ ആദി തന്നെ. നീ വരണമെന്നാണ് നിന്റെ മുത്തശ്ശിയുടെ ആഗ്രഹം. ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് നീലിമ ആദ്യം കരുതിയതെങ്കിലും വീടുമായും അമ്മയുടെ മരണവുമായും ബന്ധപ്പെട്ട് മുത്തശ്ശിക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാമായിരുന്നു. ഈ വരവിൽ അതെല്ലാം മുത്തശ്ശിയിൽ നിന്ന് അറിയണം. അതായിരുന്നു നീലിമയുടെ ലക്ഷ്യം. കാലം കാത്തുവെച്ച ചില മുഹൂർത്തങ്ങൾ അരങ്ങേറുകയായിരുന്നു. വാ. ഇത് സിദ്ധാർത്ഥ്. ആ രാത്രി നീലിമയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയത് അവനായിരുന്നു. ലഹരിയുടെ ആലസ്യത്തിൽ താൻ ഇത്രയും വലിയ ക്രൂരത കാണിച്ച പെൺകുട്ടിയുടെ മുഖം പോലും അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല. അമ്മേ, ദേ അച്ഛൻ. അച്ഛൻ എന്താ ഞങ്ങളെ കാണാൻ വരാണ്ടിരുന്നേ? ഒരു പരിചയവുമില്ലാത്ത ഒരു കുട്ടി തന്നെ അച്ഛ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ഒന്ന് ഞെട്ടിയെങ്കിലും അവന്റെ മുഖം കണ്ടപ്പോൾ എന്തുകൊണ്ടോ തിരിച്ചൊന്നും പറയാനാകാതെ അവൻ നിന്നുപോയി. അപ്പോഴേക്കും നീലിമ അവിടേക്ക് ഓടി വന്നു. അയാളോട് സോറി പറഞ്ഞ് അച്ചുവിനെയും കൂട്ടി നീലിമ മുന്നോട്ട് പോയപ്പോൾ സിദ്ധാർത്ഥ് അവളെ പുറകിൽ നിന്നും വിളിച്ചു. നിന്റെ സ്വന്തം മകൻ തന്നെയാണോ ഇത്? ഇവനെന്താ ഇവന്റെ അച്ഛനെ കണ്ടിട്ടില്ല? തന്റെ കാര്യം നോക്കിയാ മതി. എന്റെ മകനൊരു അബദ്ധം പറ്റിയതാ, അതിന് ഞാൻ സോറി പറഞ്ഞു. അതങ്ങ് വിട്ടേക്ക്. അതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. തനിക്ക് ഞാൻ ആരാണെന്നറിയോ? തനിക്ക് ഞാൻ ആരാണെന്ന് അറിയാവോ? AV ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണർ വാസുദേവന്റെ മകളാ ഞാൻ. ആളറിഞ്ഞു വേണം ഓരോന്ന് പറയാൻ. വേണ്ട അമ്മേ, അച്ഛനെ വഴക്ക് പറയണ്ട. മോനെ അച്ചു, ഇത് മോന്റെ അച്ഛനല്ല. ഈ വായി നോക്കികളെയൊന്നും മോൻ അച്ഛന്ന് വിളിക്കണ്ട. ചോരത്തിളപ്പ് കുറച്ച് കൂടുതലാണല്ലോ. എന്നാലും
ഇവിടെ എവിടെയോ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ചിലപ്പോ തോന്നിയതാവും. എക്സ്ക്യൂസ് മീ, യെസ് 1 മിനിറ്റ് പ്ലീസ്. മാഡം ഇന്ന് റൂം വെക്കേറ്റ് ചെയ്യുന്നുണ്ട്. യെസ് നൈറ്റ്. അപ്രതീക്ഷിതമായി ആ കാറ് നീലിമയെ കൂട്ടാതെ അച്ചുവുമായി മുന്നോട്ട് കുതിച്ചു. അത് കണ്ട് ഞെട്ടിയ നീലിമ കാറിന്റെ പുറകെ ഓടി. പക്ഷേ വണ്ടി നിർത്തുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന നീലിമ തന്റെ മുന്നിലേക്ക് വന്ന ഒരു കാറിലേക്ക് കൈകാണിച്ചു കയറി. ഡ്രൈവിംഗ് സീറ്റിൽ സിദ്ധാർത്ഥായിരുന്നു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുവരും പകച്ചുപോയി. ആ താൻ വീണ്ടും വന്നോ? അല്ല ഇത് എങ്ങോട്ടായി ഇടിച്ചു കയറി? പ്ലീസ് ആ കാറിന്റെ പിറകെ ഒന്ന് വേഗം പോവാമോ? എന്റെ കുഞ്ഞാ കാറിനകത്തുണ്ട്. ഓ കുഞ്ഞ് ആ കാറിൻ്റെ അകത്ത്. അല്ല ശരിക്കും എന്താ തന്റെ ഉദ്ദേശം? താൻ ആദ്യം ആ കുട്ടിയെ കൊണ്ട് എന്നെ അച്ഛാന്ന് വിളിപ്പിച്ചു. ഇപ്പതേ അതേ കുഞ്ഞ് ഏതോ കാറിലായി പോയിന്നും പറഞ്ഞ് എന്റെ ഹെൽപ്പ് ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. സത്യം ഞാൻ പറയുന്നത്, എന്റെ മോൻ അവനെ എനിക്ക് വേണം. പ്ലീസ് ഹെൽപ്പ് മീ. ആ ശരി, താൻ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം. ആ വണ്ടിയുടെ പുറകെ പോവുകയും ചെയ്യും. പക്ഷേ പകരം താൻ എനിക്കെന്ത് തരും? ഞാൻ എന്തൊക്കെയാ ചോദിക്കുന്നേ? ആ ശരി, നമ്മുടെ ഇടയിൽ ഈ നാടകങ്ങളൊന്നും വേണ്ട. ഇന്ന് വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കൂടിയാലോ? നിന്നെ പോലെ ഒരുത്തന്റെ സഹായം ചോദിക്കാൻ വന്ന് എന്നെ പറഞ്ഞ മതിയല്ലോ. സ്വന്തം കുഞ്ഞിനെ കാണാതെ ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന ഒരു അമ്മയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? തനിക്കില്ലേ ഒരു അമ്മ? എടോ താൻ വെറുതെ തെറ്റിദ്ധരിക്കുക. ഞാൻ ഈ സിറ്റിയിലെ സിദ്ധാർത്ഥിന്റെ മറുപടി പൂർത്തിയാകും മുമ്പ് തന്നെ കാറിന്റെ വാതിൽ വലിച്ചടച്ച് നീലിമ അവിടെ നിന്നും വേഗത്തിൽ പോയി. സിദ്ധാർത്ഥ് അവളെ പിറകിൽ നിന്ന് വിളിച്ചെങ്കിലും നീലിമ അത് കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല.